ഐ ലവ് യു ഗൈസ്. പ്രണയിക്കുന്നവർക്കുള്ള ദിവസം വരാൻ പോവുകയാണ്. എന്താണ് വാലന്റൈൻസ് ഡേ? അവർ ഉമ്മ കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു. 18 വയസ്സായാടാ. എന്തുവാടാ ഇതെല്ലാം സ്കൂൾ ലൈഫ് ഗൈസ്. എനിക്ക് ഇത് എടുക്കാൻ പറ്റൂ. എന്താ ഇവിടെ നടക്കണേ? എടുത്തു വെച്ച എല്ലാ റീൽസും ഇങ്ങനെ എന്നല്ലേ. ഹലോ ഗൈസ്, മച്ചാന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ റിയാക്ഷൻ ഒരു കിടുക്കാച്ചി വീഡിയോ ആയിരുന്നു. നിങ്ങൾ കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് ഐ ലവ് യു ഗൈസ്. അതേപോലെ തന്നെ ഇനിയും ഇതേപോലെ കിടുക്കാച്ചി റിയാക്ഷൻ വീഡിയോയും അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ആശം വ്ളോഗ്സ് വരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിൽ ഈ വീഡിയോ കണ്ടു ഇപ്പോൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ തംബ്നെയിലെല്ലാം കണ്ട പോലെ തന്നെ ഗൈസ്, വാലന്റൈൻസ് ഡേ വരാൻ പോവുകയാണ്. പ്രണയിക്കുന്നവർക്കുള്ള ദിവസം വരാൻ പോവുകയാണ്. എന്താണടാ നേരത്തെ വീഡിയോയില് ഇതിന് മുന്നത്തെ വീഡിയോയിൽ വന്നിട്ട് നീ വന്നിട്ട് കപ്പിൾസിനെല്ലാം വേറെ നെഗറ്റീവായിട്ട് പറഞ്ഞു. ഇപ്പൊ വന്നിട്ട് ഫെബ്രുവരി 14 വരാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഫോർ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് വാലന്റൈൻസ് ഡേ? എൻ്റെ ഒരു അറിവില് ഞാൻ കണ്ടിട്ടുള്ള വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നവർ ഗിഫ്റ്റ് കൊടുക്കുന്നു, അവർ ഉമ്മ കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും അല്ലാതെ എന്താണ് വാലന്റൈൻസ് ഡേ അന്ന് എന്തിനാണ് ആഘോഷിക്കുന്നത്, അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാനുള്ളവർ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് അറിഞ്ഞൂടാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും. അപ്പൊ എന്താണ് വാലന്റൈൻസ് ഡേ, എന്തിനാണ് ആഘോഷിക്കുന്നത്, എന്താണ് അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്നാൽ ലോകം ഫുള്ള്, കേരളം മാത്രമല്ല, കേരള, തമിഴ്നാട്, ഇന്ത്യ അല്ല, അതിനു മേലുള്ള രാജ്യങ്ങൾ എല്ലാവരും വാലന്റൈൻസ് ഡേ ആഘോഷിക്കും ഗൈസ്. അതും ഫെബ്രുവരി 14. അപ്പൊ ഇത്രയും ആഘോഷിക്കുന്നത് എന്തിനുണ്ടായിരിക്കും? അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോ തുടങ്ങാം. നമുക്ക് ആ വീഡിയോ കാണാം. ഫെബ്രുവരി 14 ലോകമൊട്ടാകെ വാലന്റൈൻ ദിനം ആഘോഷിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനം, പ്രണയദിനം എന്നിങ്ങനെ പല പേരുകളിലും ഈ ദിനം അറിയപ്പെടുന്നു. പ്രണയിനികൾ ഈ ദിവസം തങ്ങൾ സ്നേഹിക്കുന്നവരെ ഇഷ്ടം അറിയിക്കാനും സമ്മാനങ്ങൾ നൽകാനുമുള്ളതാക്കി മാറ്റുന്നു. എന്നാൽ ഈ ദിനത്തിന്റെ ഉത്ഭവത്തിനും ചരിത്രത്തിനും വളരെ പഴക്കമുള്ളതാണ്. അന്ന് റോം ഭരിച്ചിരുന്നത് ക്ലോഡിയസ് ചക്രവർത്തിയായിരുന്നു. വാലന്റൈൻ എന്നു പേരുള്ള ഒരാളായിരുന്നു കത്തോലിക്ക സഭയുടെ അന്നത്തെ ബിഷപ്പ്. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി. വീര്യം ഫുള്ളും വൈഫിന്റെ കൂടെ ആവണോണ്ട് വെളിയിൽ കാണിക്കാൻ പറ്റാത്തതായിരിക്കും. അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. വിവരമറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിൽ അടച്ചു. നാളുകൾ അപ്പോൾ വാലന്റൈൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഗൈസ്. ഓക്കെ, ഒരുപാട് കഴിഞ്ഞു. എന്നാൽ അവിടെ നിന്നും ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ച ശക്തി ലഭിച്ചു എന്നാണ് ചരിത്രം. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തലവെട്ടാൻ ആജ്ഞ നൽകി. തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതി ഒരു കുറിപ്പ് വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ഒരാൾ മരിച്ചതിന്റെ പേരിലും അതേപോലെ തന്നെ ഒരാളെ ഒരു ഓർമ്മിക്കുന്ന ഒരു ദിവസമായി ആണല്ലേ. അതിനാണ് ഈ ലോകം ഫുള്ള് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഗൈസ്, ഇത് ഒരു വീഡിയോ ആണ്. നമുക്ക് അടുത്ത് വേറെ വീഡിയോ കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് വാലന്റൈൻസ് ഡേ നിങ്ങൾ മനസ്സിലാക്കാണ്. പിന്നെ ഇനി നിങ്ങൾ കാണാൻ പോണത് ന്യൂ ജനറേഷൻ വാലന്റൈൻസ് ഡേ. അപ്പോ ഇതിന് ഒരു 30 വയസ്സും 25 വേണ്ട, 30 വയസ്സിന് മേളിലുള്ളവർ ഈ വീഡിയോ കാണല്ലേ. റെസ്ട്രിക്റ്റഡ് ഫോർ 30 വയസ്സിന് അല്ല 30 വയസ്സിന് മേളിൽ. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവരൊക്കെ വിചാരിക്കും ഈ ലോകം എങ്ങനെയാണ് പോണേ, എന്താണ് ഇവിടെ നടക്കണേന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അവിടെ 18 വയസ്സിന് മേളിലുള്ളവര് കണ്ടാ മതി. എന്നാ പண்றேன்டா പടുത്ത്. നിനക്കൊക്കെ 18 വയസ്സായാടാ.
എന്തുവാടാ സത്യം ഞാനാണെങ്കിൽ അയ്യോ ഈ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ കാണിക്കും. നമ്മളൊക്കെ എന്താണ് ഇങ്ങനെ നടക്കണത്? പഠിക്കുന്ന സമയത്ത് വല്ല ലൈൻ അടിച്ചൊക്കെ നടക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നടക്കാം. ഇതെല്ലാം സ്കൂൾ ലൈഫ് 18 വയസ്സിന് താഴെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതേ എടുക്കാൻ പറ്റൂ, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്ത്. എന്റെ വെയിറ്റിനുള്ളത് ഇതാ. അവന്റെയൊക്കെ യോഗം കണ്ട ഗൈസ്, നമുക്കല്ല ഇത് ഇങ്ങനെ എടുത്തോണ്ട് പോവാനേ പറ്റൂ. ബൈ ബൈ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 18 വയസ്സാകുമ്പോ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ കല്യാണത്തിന്റെ പ്രായം മാറ്റേണ്ട സമയം കഴിഞ്ഞ 18 വയസ്സിന് താഴെ തന്നെ വെച്ചാൽ പോലും ഇവര് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതാണ് തോന്നുന്നത്. എടാ കിളവ അമ്മാവ എന്താ പരിപാടി? മുതുക്കന്മാർക്ക് വരെ പെണ്ണ് കിട്ടുന്നോ? അതും ഇതേപോലെ റീൽസ് ചെയ്യാൻ. എനിക്കാണെങ്കിൽ ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാവരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, നമുക്ക് കൊളാബ് ചെയ്യാൻ പോകും, വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതിനൊന്നും ഇവിടെ ഒരാളില്ല. ഇവിടെ നോക്ക്, കിളവന്മാർക്ക് ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി പെണ്ണുങ്ങളുണ്ട്. എന്താണ് ഗൈസ് നമുക്കൊക്കെ ഇങ്ങനത്തെ യോഗം? ഇതെങ്കിലും ഞാൻ ചെയ്യും. ഓക്കെ. എനിക്ക് ഒന്നുമില്ലേ, എനിക്ക് ആരുമില്ല ഗൈസ്. അപ്പൊ സിംഗിൾസ് എല്ലാരും കമന്റ് ചെയ്യുക ഗൈസ്, ഇതേപോലെ ആരും ഇല്ലാതെ. ആരുമില്ല, നോക്കണ്ട, ആരുമില്ല, ആരും വരൂല. നീ എന്തുടാ, നിന്റെ ചേച്ചി വല്ലതാണോ നീ ഇങ്ങനെ നോക്കിയത്? പോടാ. എന്താടാ അടുത്തിരുന്ന് അവളെ ഉമ്മ അങ്ങ് പെട്ടെന്ന് വെക്കാനല്ലേ? എടാ 53 വയസ്സ് 18 വയസ്സ്, എനിക്ക് സഹിക്കണില്ല. എന്താ ഇവിടെ നടക്കണേ? എടുത്തു വെച്ച എല്ലാ റീൽസും ഇങ്ങനെ എന്നല്ലേ? എന്തോന്ന് അവന്റെ മുഖം നോക്ക്. ഞാൻ മുടി വെട്ടാൻ പോണ് കേസ്, അവ ഇപ്പോഴത്തെ ട്രെൻഡ് ആണെന്ന് തോന്നുന്നു കേസ്. ഒരു സൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ ഒരു സൈഡ് എടുത്ത പെണ്ണ് കിട്ടുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അന്നാ ഞാൻ ഈ ഒരു സൈഡ് അങ്ങ് എടുക്കാം. അല്ല എന്താണ്, പെണ്ണുമില്ല ഒന്നുമില്ല, വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനും പറ്റൂല. നമുക്കൊന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കണ്ടേ ഗൈസ്? ഇത് സിംഗിൾസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ഗൈസ്. ഇനി എനിക്ക് ത്രാണില്ല. അപ്പൊ ഗൈസ് കമന്റ് ഇടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം പറയൂ, കമന്റിൽ പറയൂ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പറയൂ ഗൈസ്. കമന്റ് ഇടാൻ റെഡിയായി. കമന്റ് ഇടാൻ എന്ത് ചെയ്യണം അത് മാത്രം പറയും. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ. ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഗൈസ് ഇതെല്ലാം കാണിക്കണ്ട എന്നെല്ലാം ഞാൻ വിചാരിച്ച്, പക്ഷെ ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കണത് ഗൈസ്. ഇൻസ്റ്റ തുറന്നാലും സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇതാണ്. പിന്നെ എന്താണ് ഞാൻ കാണിച്ച എന്താണ് കുഴപ്പം അല്ലേ? അപ്പൊ ഗൈസ് ഇതാണ് ചെറിയ വീഡിയോ. ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട്. അപ്പൊ നേരെ നടത്ത ഒരു കിടുക്കാച്ചി വീഡിയോ നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.